ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ മൃതദേഹം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന ആരംഭിച്ചു. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് ആലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷമാണ് പരിശോധന തുടങ്ങിയത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീടും പരിസരവും പരിശോധിച്ച് സംശയകരമായ 10 ഇടങ്ങൾ കണ്ടെത്തി. അവിടങ്ങൾ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ച് പരിശോധിക്കുകയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, ഈ സമീപകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും മനസ്സിലാകാത്ത ഒരു കേസാണിത്. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? കൃഷ്ണഗിരി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കേന്ദ്രീകരിച്ച് തന്നെ കാണാതായ 3 സ്ത്രീകളുടെ അവരുടെ ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഏറ്റവും ഇപ്പോൾ ലഭ്യമായതിൽ വെച്ച് പരമാവധി നല്ല രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് നടത്തുന്നത്. അതിന് NCESS സംഘത്തിന്റെ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സഹായത്തോടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പുരയിടത്തിലും വീട്ടിലും എവിടെയെങ്കിലും ശരീരാവശിഷ്ടം ഉണ്ടോ അതിന്റെ സാധ്യതകൾ കൂടി പരിശോധിച്ചുകൊണ്ട് അത്തരത്തിൽ സംശയം തോന്നിയ ഇടങ്ങൾ, അത്തരം 10 ഇടങ്ങളിൽ അവരെ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് നൽകിയിരുന്നു. ആ ഇടങ്ങളാണ് കുഴിച്ച് പരിശോധിക്കുന്നത്. എന്നാൽ ഇതുവരെയും നടത്തിയ പരിശോധനയിൽ പുതിയതായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇവിടെ ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ് 2010 മുമ്പ് കാണാതായതാണ്. ഏത് സമയത്താണ് കൃത്യം കാണാതായതെന്ന് പോലും ഇതുവരെയും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. 2017 ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിനുശേഷം 2012 ഐഷ എന്ന റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരിയെയും കാണാതായിരുന്നു. അതിനു പുറമെയാണ് സിന്ധു എന്ന അർത്തുങ്കൽ സ്വദേശിനിയെ കാണാതായി. ഈ 3 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് സംഘവും ലോക്കൽ പോലീസും മറ്റും കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ വീടും പറമ്പും ഇത്തരത്തിൽ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. ഇത് 5 മീറ്ററോളം താഴ്ചയിൽ വരെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം. അത് ഒരു 2ാമത്തെ തവണയാണ് കേരള പോലീസ് ഇത്തരത്തിൽ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സഹായം തേടുന്നത്. അത്തരത്തിലുള്ള പരിശോധന ഏതാണ്ട് രാവിലെ 11:30യോടെയാണ് ആരംഭിച്ചത്. ഇപ്പോൾ അവർ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം പരിശോധന തുടരും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബിന്ദുവിനെ കാണാതായ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച തെങ്ങ് പിഴുത് ആ ഭാഗം ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെയും ശരീരാവശിഷ്ടങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് ഈ കേസിന്റെ അന്വേഷണങ്ങളിൽ ഏറെ നിർണായകമാകും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതേസമയം സെബാസ്റ്റ്യൻ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റിന്റെ കസ്റ്റഡിയിലാണ്. അവരിന്നും കോട്ടയത്ത് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണ്. നാളെ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാവും. എന്നാൽ അതിനുശേഷം ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം നടത്തും എന്നതാണ് വ്യക്തമാകുന്നത്. ഇതേസമയം ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും നിർണായകമായ ഒരു തെളിവിലേക്കും എത്താൻ സാധിച്ചിട്ടില്ലെന്നതും വലിയ രീതിയിൽ അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം ആ മൊബൈൽ ഫോൺ അടക്കം ജൈനമ്മ ഉപയോഗിച്ച മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ഈ പള്ളിപ്പുറത്തായിരുന്നു എന്നതൊക്കെ കേസിൽ ഏറെ നിർണായകമായ കണ്ടെത്തലാണ്. എന്നാൽ ആ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് തിരോധാനത്തെ കൊലപാതക കേസായി രജിസ്റ്റർ ചെയ്തെങ്കിലും ആ രീതിയിൽ ഈ കൊലപാതകം നടന്നു എന്നും അത് സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയതെന്നും തെളിയിക്കത്തക്ക കൃത്യമായ തെളിവുകളിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട്. ഇപ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത്. കൃഷ്ണരാജ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.